ജസ്ന തിരോധാനത്തിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം തുടക്കം മുതലേ പാളിയെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ്. കൂടുതൽ തെളിവ് ലഭിച്ചാൽ അന്വേഷണം തുടരുമെന്ന് CBI ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അറിയിച്ചു. താനും ജസ്നയുടെ സഹപാഠിയും നുണപരിശോധനയ്ക്ക് വിധേയരായി. സത്യം തെളിയാൻ ഏതറ്റം വരെയും പോകുമെന്നും പിതാവ് 24-നോട് പറഞ്ഞു. ജസ്ന തിരോധാനത്തിൽ CBIയുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. തുടരന്വേഷണത്തിന് സാധ്യമല്ല എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ജസ്നയുടെ പിതാവ് ജെയ്സൺ ജോസഫ് നമ്മോടൊപ്പം ചേരുന്നു. CBI രാവിലെ ഇവിടെ വന്നിരുന്നോ? ഓഫീസിൽ വന്നിരുന്നു. എന്നോട് ഇന്നലെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും CBI സാർമാർ ഓഫീസിൽ വരുമെന്ന് പറഞ്ഞു. ഞാൻ 10 മണിയായപ്പോൾ അവിടെ എത്തി. അവരോട് സംസാരിച്ചു. ഇതുവരെ അന്വേഷണം ഏതൊക്കെ വഴികൾ അവർ പോയി ആ വഴികളെല്ലാം എന്നെ വിശദമായി തന്നെ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അന്വേഷണം അവസാനിപ്പിച്ചതല്ല, ഇനി ഒരു സൂചന അവർ നിരീക്ഷണത്തിലാണ്. ആധാർ വെച്ചൊക്കെ സൂചന ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ തുടർ അന്വേഷണം ഉണ്ടാകും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ കാര്യം, പിതാവിൻ്റെ മനസ്സിലിപ്പോൾ ഒരു വിഷമം ബാക്കിയുണ്ടോ? ഇതുവരെ നമുക്ക് ഫലം കിട്ടിയില്ലല്ലോ, ഫലം കിട്ടിയില്ല, ആ ഒരു വേദനയുണ്ട്. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഇല്ല എന്നുള്ള ബോധ്യപ്പെടുത്തുന്ന സമൂഹത്തിന് ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിലേക്കൊക്കെ പോയത്. സ്വാഭാവികമായിട്ട് ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഏതറ്റം വരെയും പോയി. പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനായി. പോളിഗ്രാഫ് ചെയ്തു, ബ്രെയിൻ മാപ്പിംഗ് ചെയ്തു. അങ്ങ് മാത്രമാണോ വിധേയനായത്? ഞാനല്ല, മറ്റേ ജസ്നയോട് പഠിച്ച ഒരു സഹപാഠിയുണ്ട്, എബിൻ എന്ന് പറയുന്ന പുള്ളി, പയ്യന് അവനും ഉണ്ടായിരുന്നു. ഇത് വിധേയനായത് CBIയുടെ നിർദ്ദേശപ്രകാരമാണോ അതോ നിങ്ങൾ ഒറ്റയ്ക്കാണോ? സ്വയം ബുദ്ധി, എൻ്റെ സ്വയം തീരുമാനമാണ്. ഞാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഏതു വിധത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാണെന്ന് ഞാൻ ആദ്യം തന്നെ ഹൈക്കോടതി പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴാണ് CBIയിലെ സാർമാർ അംഗീകരിച്ചത്. അത് കഴിഞ്ഞ് CJM കോടതി തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് ഓർഡർ കിട്ടി. മജിസ്ട്രേറ്റ് ഓർഡർ തന്നു. അത് വെച്ച് ബാംഗ്ലൂർ പോയി ബ്രെയിൻ മാപ്പിങ്ങും പോളിഗ്രാഫിനും വിധേയനായി. ഇപ്പോൾ ഈ പറയുന്ന പോലെ ആ ഘട്ടത്തിൽ അങ്ങ് തന്നെ ആവശ്യപ്പെട്ടത് തന്നെയാണല്ലോ അല്ലേ? അല്ലാതെ എന്നായിരുന്നു ഇത് നടന്നത്? 21-ാം തീയതി, ഈ ഡിസംബർ 21-ാം തീയതിയും 17-ാം തീയതി, 17-ാം തീയതി 21-ാം തീയതി. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ഇനി മറ്റു തരത്തിലുള്ള ഒരു നടപടിയും ഇല്ല, ഇനി ഞങ്ങൾക്ക് മറ്റു അന്വേഷിക്കാൻ മാർഗ്ഗമില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടാവും? തീർച്ചയായിട്ടും അത് വെച്ചായിരിക്കും. ഈ അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ട് അങ്ങേക്ക് ആരെയാണ് പഴിക്കാനുള്ളത്? തുടക്കം മുതൽ ലോക്കൽ പോലീസിനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് ജസ്ന തിരോധാനം ഉണ്ടായ അന്ന് മുതൽ ഞാൻ എരുമേലി പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞു, എരുമേലി അല്ല, വെച്ചോറയാണ് നിങ്ങൾ താമസിക്കുന്നത്, അവിടെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനന്നേരം പറഞ്ഞു, പിന്നെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുന്നതല്ലായിരിക്കും സാർ എന്ന് ഞാൻ അവിടെ വീണ് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ വെച്ചോറ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തു. അവരും ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ 7 ദിവസം കഴിഞ്ഞാൽ വന്നു. ജസ്നയ്ക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവുന്നതാണ് ഒരു പിതാവെന്ന രീതിയിൽ, ഒരു പിതാവാണല്ലോ സ്വാഭാവികമായിട്ട് അങ്ങ് കരുതുന്നത്? അങ്ങനെ മോശമായൊരു വഴിയിലേക്ക് പോകാൻ ചാൻസ് ഇല്ല. നല്ല കൊച്ചായിരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുന്ന ഒരു കൊച്ചായിരുന്നു. അങ്ങനെ ഒരു വീഴ്ച പറ്റാൻ സാധ്യതയില്ല. എന്തെങ്കിലും അപകടങ്ങളോ അവരെന്തൊരു ഉണ്ട് എന്നാണ്. ഇപ്പോൾ ലോകത്തുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ട്? അങ്ങനെ എനിക്ക് കരുതാൻ പറ്റൂ. അങ്ങനെ കരുതാൻ പറ്റും. ഈ CBI എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും തരത്തിൽ മറ്റു സാധ്യതകളുണ്ടെങ്കിൽ അന്വേഷിക്കാം. തീർച്ചയായിട്ടും തുടർ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി മറ്റു മാർഗ്ഗങ്ങളിലേക്ക് പോകണം, സത്യം അറിയണം തന്നെയാണോ? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ, അങ്ങനെ വേണമല്ലോ. തീർച്ചയായിട്ടും ഏതറ്റം വരെയും ഞാൻ പോകും. ഇനി സുപ്രീം കോടതിയിലേക്കും മറ്റു ഘട്ടത്തിലേക്കും പോകുന്നുണ്ടോ? അപ്പോൾ ഇപ്പോഴത്തെ ഈ നേരെ ഒന്ന് തീരുമാനിക്കട്ടെ, ഇപ്പോഴത്തെ ഈ അവസ്ഥയൊന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കും. തീർച്ചയായും ഇതാണ് നിലപാട്. ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫാണ് നമ്മോട് സംസാരിച്ചത്. സഞ്ജയ് ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.